ഹായ് ഹലോ ഗൃഹലക്ഷ്മി വ്യൂവേഴ്സ്. ഇന്ന് ക്യൂറിയർ കൺസേൺസിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം IVF-നെ കുറിച്ച് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം എന്നതാണ്. സോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഡ്രീം ഫ്ലവർ IVF ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ജയലക്ഷ്മി സൂരജ് മാം ആണ്. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമുക്ക് ആദ്യം എന്താണ് ഈ IVF എന്നൊന്നും അറിയാം, ജസ്റ്റ് കേട്ട് മാത്രം പരിചയമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്താണ് IVF എന്നൊന്ന് പറഞ്ഞുതരാമോ? IVF എന്ന് വെച്ചാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് ഗർഭധാരണം നടക്കുന്നതിനാണ് IVF എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നോർമലി ഇപ്പോൾ എങ്ങനെയാണ് ഗർഭം ധരിക്കണേ? ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് താമസിച്ച് അവർ ഹസ്ബൻഡിൻ്റെ ബീജവും വൈഫിൻ്റെ അണ്ടവും യോജിച്ച് ഭ്രൂണായി ഇങ്ങനെ ഗർഭം ധരിക്കും. ഇത് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ചിലപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ കൗണ്ട് വല്ലാതെ കുറവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഭാര്യേൻ്റെ ഫലോപ്പിൻ ട്യൂബ് ബ്ലോക്ക് ഉള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റ് ഉള്ളവർ, പിന്നെ കൗണ്ട് കുറവുള്ളവർ, എഗ്ഗ് കുറവുള്ളവർ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ നോർമൽ രീതിയിൽ ഗർഭം ധരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഈ കുറേ പ്രാവശ്യം കുറേ വർഷം ഇവിടെ ട്രൈ ചെയ്തിട്ടാവാത്തവർ, അങ്ങനെയുള്ളവർക്കുള്ളൊരു ചികിത്സാ രീതിയാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അതായത് നമ്മൾ ഈ നമ്മുടെ ശരീരത്തിന് ഉള്ളിലുണ്ടാകുന്ന കാര്യം നമ്മൾ പുറത്തുനിന്ന് ചെയ്തു കൊടുക്കുന്നു. അതായത് IVF ലാബിൽ നിന്ന് അത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വെക്കുന്നു. അതായത് ഹസ്ബൻഡിൻ്റെ ബീജവും വൈഫിൻ്റെ അണ്ടവും യോജിപ്പിച്ച് ഭ്രൂണാക്കി IVF ലാബിൽ വെച്ച് വളർത്തിയിട്ട് പിന്നെ അത് ഭാര്യേൻ്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ച് ഗർഭം ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറിനാണ് IVF എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, സാധാരണക്കാർക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ശരീരത്തിന് പുറത്ത് ഗർഭധാരണം നടക്കുന്നു. അതാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് പുറത്തുനിന്ന് ചെയ്ത് അതായത് ഗർഭം ധരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ്. ഓക്കെ മാം, ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പേടി എന്ന് പറയുന്നത് ഇതൊരു പെയിൻഫുൾ ആയിട്ടുള്ള സാധനമാണോ, അതുപോലെ ഇത് എത്ര നാളത്തെ പ്രൊസീജിയർ ആണ്, കുറേ ടൈം എടുക്കുമോ, കുറേ പെയിൻ ഉണ്ടാവുക, ഇപ്പം അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് മാം, ഇതൊരു പെയിൻഫുൾ പ്രൊസീജിയർ ആണോ, എത്ര നാളാണ് ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ ട്രീറ്റ്മെന്റ് ഒരു കപ്പിളിന് കൊടുക്കുന്നത്? IVF എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ പ്രൊസീജിയർ അല്ല. പെയിൻഫുൾ എന്ന് വെച്ചാൽ IVF പ്രൊസീജിയറിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭാര്യയുടെ എഗ്ഗ് വളർത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കും. ഏകദേശം ഒരു 10 to 11 days ഇഞ്ചക്ഷൻ ഉണ്ടാവും. അത് അത്ര പെയിൻഫുൾ ഇഞ്ചക്ഷൻ അല്ല, സാധാരണ ഇപ്പോൾ ഒരു കുഞ്ഞൊരു ഇഞ്ചക്ഷൻ അത്രയേ ഉള്ളൂ. ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ പോലെ അത് ചിലത് വയറിൽ കൊടുക്കാൻ, ചിലത് കയ്യിൽ കൊടുക്കുന്നുണ്ട്, ചിലത് ബാക്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര പെയിൻഫുൾ ആണെന്ന് ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. നോർമൽ, അതെ അതെ, അത്ര പെയിൻഫുൾ. ചില ഇഞ്ചക്ഷൻസ് അവർക്ക് വേണമെങ്കിൽ തന്നെ എടുക്കാൻ പറ്റും. അത്രയും എടുക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നവർ പോലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു പെയിൻ എന്ന് പറയാം. പിന്നെ ഉള്ളത്, അപ്പോൾ അങ്ങനെ എഗ്ഗ് വളർത്തി വന്നതിന് ശേഷം നമ്മൾ ആ എഗ്ഗിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക, അതായത് IVF ലാബിലേക്ക് എടുക്കുക. അത് അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് പെയിൻ ഇല്ല. നമ്മൾ അനസ്തീഷ്യ കൊടുത്തിട്ട് പേഷ്യൻ്റ് എഗ്ഗ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അന്ന് ഈവനിങ് തന്നെ പോകും. അതിന് പെയിനൊന്നുമില്ല. നെക്സ്റ്റ് ഡേ അവർക്ക് റുട്ടീൻ എല്ലാം ചെയ്യാം. ഇത് എത്ര നേരത്തെ ഒരു പ്രൊസീജിയറാണ് മാം? ഈ IVF എഗ്ഗ് എടുക്കുന്ന പ്രൊസീജിയർ ആകെ ഒരു 10 to 20 minutes ഉണ്ടാവും. പക്ഷേ ഈ അനസ്തീഷ്യ കൊടുക്കുന്നതുകൊണ്ട് പേഷ്യൻ്റ് ഒരു 6 hours ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. അതിന് ശേഷമുള്ള പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇത് തിരിച്ച് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ വെക്കുന്നതിനാണ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ അതും യൂഷ്വലി അത് പെയിൻഫുൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ശരിയായ പ്രൊസീജിയർ ചെയ്യണതിന് മുന്നേ നമ്മളൊരു ട്രയൽ നോക്കുക. അവർക്ക് ട്രയൽ നോക്കണമെന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് ഇത് ടോളറേറ്റ് ചെയ്യണമെന്ന് അറിയാം. പേഷ്യൻ്റ് പേടിയായിട്ട് അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് ചെറിയ പെയിൻ ഉണ്ടാവും. അപ്പോൾ പെയിൻ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ അതും അനസ്തീഷ്യ തന്നെ ചെയ്യും. അതെല്ലാം സുഖമായിട്ട് ടോളറേറ്റ് ചെയ്യുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മളത് ചെയ്യും. പെയിൻ ഇല്ലാത്തവർക്കാണെങ്കിൽ അതങ്ങനെ ചെയ്യും. അപ്പോൾ യൂഷ്വലി ഒരു ഫിസിക്കൽ പെയിൻ വളരെ കുറവാണ്. പക്ഷേ മെൻ്റലി എല്ലാവർക്കും ചെറിയൊരു സ്ട്രെസ്സുള്ളൊരു സംഭവമാണ് IVF. കാരണം ഈ പേഷ്യൻസ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമത്തിലായിരിക്കും വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇതാവോ ഇല്ലേ, നമ്മളെപ്പോഴും IVF-ന് ഒരു 50% ഗ്യാരണ്ടിയെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു മെൻ്റൽ ടെൻഷൻ, ഒരു മാനസികമായ ഒരു വേദന ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് 2 weeks കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. ഈ റിസൾട്ട് വരുന്ന വരെ പേഷ്യൻ്റ് നല്ല ടെൻഷൻ ഉണ്ടാവും. അത് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഇഞ്ചക്ഷൻ ഉണ്ടാവും. പക്ഷെ അതും അങ്ങനെ വലിയ പെയിൻഫുൾ ഇഞ്ചക്ഷനൊന്നും അല്ല. സാധാരണ എല്ലാവരും അങ്ങനെ വലിയ കംപ്ലയിൻ്റ് ഒന്നും പറയില്ല. മേ ബി അവരുടെ ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. അതർവൈസ് ഇതിന് വേറെ പെയിൻ ആയിട്ടൊന്നുമില്ല. പിന്നെ ഒരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ യൂഷ്വലി നമുക്കൊരു 15 days നമുക്ക് വേണമെങ്കിൽ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാം. അതായത് നമ്മൾ 10 days ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, 12th day അണ്ട എടുക്കുന്നു, 15th or 16th day നമ്മൾ തിരിച്ചു വെക്കുന്നു. അതിനാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് അണ്ടോ ബീജോ യോജിപ്പിച്ചിട്ട് day 3 മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ day 5 അഞ്ചാമത്തെ ദിവസം നമ്മൾ തിരിച്ചു വെക്കുന്നതിനാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടെ പ്രൊസീജിയർ കഴിഞ്ഞു. പിന്നെ 2 weeks കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് നോക്കിയാൽ മതി.
അതല്ല, ചില ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ ഹോർമോൺ ലെവൽ അധികം ഉണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി അണ്ടം കിട്ടിയവരുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ എൻഡോമെട്രിയം, അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലത്തെ പാളി റെഡി ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്കത് ഫ്രീസ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഫ്രീസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 മാസം കൂടെ എക്സ്ട്രാ വേണ്ടി വരും. അപ്പം ടോട്ടൽ മേ ബി ഒരു 40-45 ഡേയ്സ് അങ്ങനെയാണെങ്കിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ FET ചെയ്യുകയാണെങ്കിൽ ഒരു 40-45 ഡേയ്സ് ടോട്ടൽ പ്രൊസീജിയറിന്. ഓക്കെ മാം, ഇതിലാണോ നമ്മൾ ഈ എടുത്ത് ഈ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നു, സക്സസ് ആവുന്നില്ല, അപ്പൊ വീണ്ടും നമുക്ക് ഈ എടുത്തതിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും ഇംപ്ലാന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? അപ്പം അങ്ങനെ തന്നെയാണോ, അല്ല ഇപ്പം അത് ഫെയിലിയർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും എഗെയിൻ നമ്മൾ ഈ ഹോൾ പ്രോസസ്സിൽ കൂടി പോകണം? എങ്ങനെയാണ് മാം? ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എഗ്ഗ് കിട്ടിയെന്നനുസരിച്ചിരിക്കും. നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നല്ലേ എഗ്ഗ് എടുക്കാൻ. ഇപ്പൊ നാച്ചുറലി ഒരു സ്ത്രീക്ക് ഒരു എഗ്ഗ് ഉണ്ടാവണം 1 മാസം. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്തിനാ, ഒരു 10 മുതൽ 12 എഗ്ഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഈ 12 എഗ്സ് കിട്ടി അത് ഓരോന്നിലേക്ക് ഹസ്ബൻഡിന്റെ ബീജം നമ്മൾ ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10 എംബ്രിയോ വരും, ചിലപ്പോൾ 6 എംബ്രിയോ വരുള്ളൂ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ എഗ് ആൻഡ് സ്പേം. അപ്പോൾ ഇവർക്ക് നല്ല ക്വാളിറ്റി എഗ് ആണെങ്കിൽ 10-ൽ 10 കിട്ടും, 10 എംബ്രിയോസ് കിട്ടും. അപ്പോൾ ഈ 10 എംബ്രിയോസ് കിട്ടിയാൽ നമ്മൾ ഒരു പ്രാവശ്യം വെക്കുമ്പോൾ 2 എംബ്രിയോ വെക്കുള്ളൂ, ബാക്കി അവർക്ക് 8 എംബ്രിയോ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ സപ്പോസ് ഇത് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കി ഈ 8 ഉണ്ടല്ലോ, എഗെയിൻ 4 ടൈംസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ആദ്യത്തെ സക്സസ് ആയത് പ്രസവിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കുട്ടിക്ക് വേണ്ടി അവർക്ക് ഇതേ സെയിം തിങ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും നാളിത് നമുക്ക് പ്രിസർവ് ചെയ്ത് എത്ര കാലം വേണം? നമ്മൾ 5 years ആണ് നമ്മൾ എഗ്രിമെന്റിൽ എഴുതുന്നത്. 5 years അവർ നമ്മളിവിടെ പ്രിസർവ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും പ്രിസർവ് ചെയ്യാം. അവർ എമൗണ്ട് അടയ്ക്കണം, ഒരു 1500 rupees പെർ മന്ത് അടച്ചാൽ നമുക്കത് പിന്നെയും പ്രിസർവ് ചെയ്ത് വെക്കാം. ഐഡിയലി ഇത് എത്ര നാൾ വരെ ഇങ്ങനെ ഇരിക്കും മാം? എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പക്ഷെ നമ്മൾ ലിക്വിഡ് നൈട്രജൻ എന്ന് പറഞ്ഞൊരു ഇത് ഒഴിച്ച് കൊടുത്താൽ മാത്രമേ അത് വയബിളായിട്ട് അങ്ങോട്ട് പോവുള്ളൂ. എത്ര കാലം വേണമെങ്കിലും വെക്കാം. ശരി, കൊള്ളാം മാം. അതുപോലെ ഇപ്പൊ നമ്മൾ കുറെ ഇപ്പോൾ ഒരു 5 years വരെ ഇത് പ്രിസർവ് ചെയ്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഈ IVF ട്രീറ്റ്മെന്റ് ഇപ്പൊ ഫെയിലിയർ ആയി നോക്കും, എത്ര വട്ടം അവർക്ക് ഇത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്? ഈ ഫസ്റ്റ് IVF എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡയഗ്നോസ്റ്റിക്കും കൂടെയാണ്. നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇവർ പ്രഗ്നന്റ് ആവാത്തതെന്ന്. നമ്മൾ എഗ്ഗ് എടുക്കണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് എടുക്കുമ്പോൾ നമുക്കറിയാം അവരുടെ എഗ്ഗിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാം. അതേപോലെ ഇത് എഗ്ഗും സ്പേമായിട്ട് യോജിച്ച് ഭ്രൂണമാകുമ്പോൾ ഈ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഈ എംബ്രിയോസ് നമ്മൾ ആക്ച്വലി ഗ്രേഡ് ചെയ്യും, grade 1, grade 2, grade 3, grade 4. അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് അവർക്ക് നല്ല എഗ്ഗ് വന്നു, നല്ല സ്പേം വന്നു, പിന്നെ നല്ല എംബ്രിയോസ് വന്നു, യൂഷ്വലി 50-60% ആൾക്കാർ അതിൽ പ്രഗ്നൻ്റ് ആവും. ആവാത്തത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാക്കി എംബ്രിയോസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ ചിലപ്പോൾ ആദ്യത്തേലാവും, ചിലപ്പോൾ രണ്ടാമത്തേലാവും, ചിലപ്പോൾ മൂന്നാമത്തേലാവും. സപ്പോസ് ഇവർക്ക് ഫസ്റ്റിൽ തന്നെ ഇവരുടെ എഗ് ക്വാളിറ്റി നല്ലതല്ല, ഇവരുടെ എംബ്രിയോ ക്വാളിറ്റി നല്ലതല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലായില്ലേ ഇവർക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ട് കാര്യമില്ല എന്ന്. അങ്ങനെയാകുമ്പോൾ നമ്മൾ സെക്കൻഡ് IVF നമ്മൾ കുറച്ച് ചേഞ്ച് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ചേഞ്ച് ചെയ്യും, പ്രോട്ടോകോൾസ് ചേഞ്ച് ചെയ്യും. പിന്നെ ചിലപ്പോൾ അവർക്ക് നമ്മൾ അഡീഷണൽ പ്രൊസീജിയേഴ്സ്, അതായത് ഹിസ്ട്രോസ്കോപ്പി നോക്കും, ഇവരുടെ ഗർഭകോശത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കും. പിന്നെ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് ചെയ്യും, ഇവരുടെ ട്യൂബ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കും. അതല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഇവരുടെ ഇംപ്ലാന്റേഷനെ എതിർക്കുന്നുണ്ടോ നോക്കും. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ടൈം ചെയ്യാം. അതല്ല പിന്നെ 2-3 പ്രാവശ്യം സപ്പോസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത്, പിന്നെ അതുപോലെ മെറ്റേണൽ ഫാക്ടേഴ്സ്, അമ്മേൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഈ ഇംപ്ലാന്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും. അതെ, ഹെൽത്ത് ഇഷ്യൂസ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഈ മെറ്റേണൽ ആൻറ്റിബോഡീസ് ഉണ്ട്, ദാറ്റ് പ്രിവെൻറ്റ്സ് ഇംപ്ലാന്റേഷൻ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഈ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി. യൂഷ്വലി എന്തുകൊണ്ട് ഇംപ്ലാന്റേഷൻ വരുന്നില്ല, ഒന്നില്ലെങ്കിൽ മെറ്റേണൽ കോസ് അല്ലെങ്കിൽ ഫീറ്റൽ കോസ്. മെറ്റേണൽ കോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓട്ടോ ആൻറ്റിബോഡീസ്, അതായത് അമ്മേൻ്റെ ശരീരം വിചാരിക്കുന്നത് ഇതൊരു ഫോറിൻ ബോഡിയാണ്, അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യരുതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കാം. സെക്കൻഡ് തിങ് ഈസ് നമ്മൾ എംബ്രിയോസിൻ്റെ ക്വാളിറ്റി. എംബ്രിയോസിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി അവരുടെ ക്രോമസോംസ് എല്ലാം കറക്റ്റ് നമ്പർ, ക്വാളിറ്റി, ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു യൂപ്ലോയിഡ് എംബ്രിയോ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു എംബ്രിയോ, ജനറ്റിക്കലി നോർമൽ ആയിട്ടുള്ള എംബ്രിയോ എന്ന് പറയും, അതുണ്ടെങ്കിൽ മാത്രമേ പിടിക്കുകയുള്ളൂ. അപ്പോൾ സപ്പോസ് ഇവർക്ക് അന്യൂപ്ലോയിഡ് എംബ്രിയോസ് ആണ്, അതായത് ജനറ്റിക്കലി അബ്നോർമൽ ആയിട്ടുള്ള എംബ്രിയോസ് വരണമെങ്കിൽ ഇതുപോലെ ഇംപ്ലാന്റേഷൻ കുറയും. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ PGT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, നമുക്ക് യൂപ്ലോയിഡ് എംബ്രിയോസ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മളിപ്പോൾ ഒരു IVF ഫെയിലായി നെക്സ്റ്റ് IVF ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ചെയ്യാൻ. അല്ല നമ്മൾ വെറുതെ അതേപോലെ തന്നെ ചെയ്തിട്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഫെയിലിയേഴ്സ് വരും. അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മാക്സിമം 3-4 പ്രഗ്നൻസി വരും, എന്തായാലും പ്രഗ്നൻസി വരും. പിന്നെ അതേപോലെ ഉണ്ട്, ഇപ്പോൾ ഏജ് കൂടിയ ലേഡീസിന് നമുക്ക് എന്താ പറയുക, അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി എന്തായാലും മോശമായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് മേ ബി ദേ വിൽ ഹാവ് ടു ഗോ ഫോർ ഡോണർ എഗ്സ്. പിന്നെ ഇപ്പോൾ യൂട്രസ് അത്ര ഡാമേജ്ഡ് ആയിട്ടുള്ള യൂട്രസ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ IVF ഫെയിലിയേഴ്സ് വന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർജറീസ് കഴിഞ്ഞ യൂട്രസ് ആണ്,
അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ മേ ബി അവർക്ക് സറോഗസിക്ക് പോകേണ്ടി ഇപ്പം മാം ഡോണർ എക്സ് പറഞ്ഞു, ഏതൊരു പോയിന്റിലാണ് നമ്മൾ ഡോണർ എക്സ് യൂസ് ചെയ്യാം എന്നുള്ള സാധനം മാം സജസ്റ്റ് ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ ഏജ് വെച്ചിട്ടാണ് പറയാം. ഏജ് ഇപ്പോൾ ലേഡീൻ്റെ ഏജ് 42-ൻ്റെ മേലെയാണെങ്കിൽ നമ്മൾ ഡോണർ എഗ് അവർക്ക് സജസ്റ്റ് ചെയ്യും. കാരണം അപ്പോൾ അവരുടെ എഗ്ഗ് നമ്പർ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ടാവും, ക്വാളിറ്റിയും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ യൂഷ്വലി അവരോട് നമ്മൾ പറയും ഓൺ എഗ്സ് വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലെസ് ദാൻ 5% ചാൻസ് ഓഫ് പ്രഗ്നൻസി ഉള്ളൂ, അപ്പോൾ നിങ്ങൾ ഡോണർ എഗ്സിന് പോകുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ സപ്പോൾ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അത് ചെറിയ വയസ്സിൽ തന്നെ ഇവർക്ക് മെൻസസ് നിന്ന് പോവുക എന്നുള്ളത്. അപ്പോൾ അതായത് അവരുടെ ഓവറീസിലെ എഗ് എക്സോസ്റ്റഡ് ആയി തീർന്നു പോയി, അപ്പോൾ അവർക്ക് പീരീഡ്സ് വരുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ അവർക്ക് ഡോണർ എഗ് പറയും. അപ്പോൾ യൂഷ്വലി ഏജ് വൈസ് വെച്ച് മാത്രമേ പറയുള്ളൂ. മാം അതുപോലെ ഈ IVF പിന്നെ ആൾക്കാർക്കുള്ള ഡൗട്ടിങ്, IVF ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ ട്വിൻസ് അങ്ങനെ വരെ അതെന്തുകൊണ്ടായിരിക്കും അതിൻ്റെ സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയപ്പെടുന്നത്? അത് IVF നമ്മളെപ്പോഴും 2 എംബ്രിയോസ് ആണ് വെക്കുന്നത്. എന്തിനാണ് 2 എംബ്രിയോസ് വെക്കുന്നത്? നമുക്കൊരു ഇംപ്ലാന്റേഷൻ കൂട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവർ ഇത്ര പൈസ ചിലവാക്കിയിട്ട് വരുന്നതാണ്, അപ്പോൾ അവർക്ക് കൂടുതൽ സക്സസ് വേണം. അപ്പോൾ നമ്മൾ 2 എംബ്രിയോസ് തന്നെ എല്ലാവർക്കും വെക്കുക. അപ്പോൾ ഈ 2 എംബ്രിയോസ് വെച്ചാലും സിംഗിളേ കിട്ടാറുള്ളൂ സാധാരണ. പക്ഷേ 50% ആൾക്കാർക്ക് ട്വിൻസ് വരും. ചിലപ്പോൾ ഈ 2 ഒന്ന് ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് വളരെ റെയറായിട്ട് ട്രിപ്ലെറ്റ്സ് വരാം. അപ്പോൾ യൂഷ്വലി ഒരു IVF പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്ക് 50% ആണ് പ്രഗ്നൻസി റേറ്റ്. അതായത് 50% എന്ന് വെച്ചാൽ പകുതി ആൾക്കാർ പ്രഗ്നൻ്റ് ആവില്ല, പകുതി ആൾക്കാർ പ്രഗ്നൻ്റ് ആവും. ഈ പ്രഗ്നൻ്റ് ആവുന്നതിൽ 50% ട്വിൻസ് ആവാം. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഡെഫിനറ്റ്ലി ചാൻസ് കൂടുതലാണ്. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ പേഷ്യൻറ്റ് ചിലപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാവും, അവർക്കൊരു ട്വിൻസിനെ കണ്ട് പോകാനുള്ള ശക്തി അവരുടെ ശരീരത്തിന് ഇല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ സിംഗിൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പിന്നെ ചില പേഷ്യൻസ് തന്നെ പറയും ഞങ്ങൾക്ക് സിംഗിൾ മതി, ട്വിൻസ് വേണ്ടാന്ന്. അപ്പോൾ അങ്ങനെ കേസിൽ നമ്മൾ സിംഗിളേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പക്ഷേ സിംഗിൾ ട്രാൻസ്ഫർ ചെയ്താലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അവർക്ക് ജനറലി കുറച്ചൊരു ഇംപ്ലാന്റേഷൻ കുറവാകാം. പക്ഷേ ഇപ്പോൾ സപ്പോസ് ഇവർക്കൊരു 10 എംബ്രിയോ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ 10 ഏതാ നല്ലതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവർ ഓരോ പ്രാവശ്യവും ഇവർ വന്ന് ഈ മരുന്നെല്ലാം എടുത്തിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളൊരു പ്രൊസീജിയർ സിംഗിളായിട്ട് തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഏതിനാ അവർക്ക് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി. ഓക്കെ. അതുപോലെ ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് IVF പ്രൊസീജിയറിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് എക്സസൈസ് ആയിട്ടും ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽത്ത് വൈസ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്? അതുപോലെ ചെയ്യുന്നതിന് മുന്നേ എത്ര നാൾ മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി ഒരുങ്ങണം? അത് മെൻ്റലി ഫിസിക്കലി ഒക്കെ എങ്ങനെയാണ് മാം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈം പീരീഡ്? ഇത് ഞാൻ പറഞ്ഞല്ലോ, IVF എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആങ്സൈറ്റി കൂടുതലുള്ള ഒരു സമയമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. സ്ട്രെസ്സ് കുറയ്ക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് തന്നെ സ്ട്രെസ്സ് കുറയും. പിന്നെ ഇവിടെ സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരോടും വളരെ സ്നേഹമായിട്ട് ഇതായിട്ടും അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. അവരുടെ ഇപ്പോൾ അവർ ജോലീൻ്റെ ഇടയ്ക്ക് ഓടി വരുവാണെങ്കിലെല്ലാം നമ്മൾ അതിനനുസരിച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മോഡിഫൈ ചെയ്യാൻ പറയും. ബേസിക്കലി നമ്മൾ പറയുന്നത് ഈ ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യുക, പിന്നെ ഷുഗർസ്, ബേക്കറി ഐറ്റംസ്, പിന്നെ ഈ തംസപ്പ്, പെപ്സി, കൊക്കോള അങ്ങനത്തെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, റെഡ് മീറ്റ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. നല്ല ഭക്ഷണം വെച്ചാൽ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മുട്ട, പിന്നെ ഇലക്കറികൾ, പിന്നെ നട്ട്സ്, അതെല്ലാം കഴിക്കാനായിട്ട് പറയും. അപ്പോൾ ഒരു ഹൈ പ്രോട്ടീൻ ലോ കാർബ് ഡയറ്റ്, അരിയാഹാരം കുറയ്ക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക, അതാണ് നമ്മൾ അവരോട് പറയുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് എക്സസൈസ്. ഒരു 45 മിനിറ്റ്സ് 1 hour വരെ ഇവരോട് എക്സസൈസ് എന്തായാലും എക്സസൈസ് ജസ്റ്റ് വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം, സ്വിമ്മിങ് ആവാം, ഷട്ടിൽ ആവാം, സുംബ ആവാം, ഡാൻസ് ആവാം, ട്രെഡ്മിൽ ആവാം, എന്തായാലും. പക്ഷെ ഒരു 45 മിനിറ്റ്സ് മുതൽ 1 hour വരെ അവർ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുന്നേ ഇത് ഇപ്പൊ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് യൂഷ്വലി നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ആവണ വരെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. പിന്നെ ഉറങ്ങണം അവർ നല്ലോണം, ഒരു 8 hours. പിന്നെ ഹാബിറ്റ്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്സ്, അതൊന്നും തീരെ അത് രണ്ടുപേർക്കും പാടില്ല. രണ്ടുപേർക്കും ഒരു തരത്തിലും പാടില്ല. സോഷ്യൽ ഡ്രിങ്കിങ്ങും പറ്റില്ല, ഒന്നും പറ്റില്ല. ഇതൊക്കെയാണ് ഹെൽത്ത് വൈസ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ ഫെയിലിയർ ആയി കഴിയുമ്പോൾ ഇവർക്കൊരു മെന്റൽ ട്രോമ, സ്ട്രെസ് ഒക്കെ വരാറുണ്ടല്ലോ മാം. അപ്പൊ അത് എങ്ങനെയാണ് മാം? അത് നമ്മളില്ലേ ഇത് പ്രൊസീജിയറിന് മുന്നേ തന്നെ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇതിപ്പോൾ ചെയ്തു എന്ന് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓവസ്റ്റി കിട്ടണം എന്നല്ല, നിങ്ങൾക്ക് 50% ചാൻസേ ഉള്ളൂ. നമ്മൾ അവരെ ശരിക്കും മനസ്സിലാക്കും, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈവൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രൊസീജിയർ നമ്മൾ പറയും ഇവരുടെ ഇക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കും.
അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ മെൻ്റലി കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കും. ഓക്കെ. ഇത് കഴിയുമ്പോൾ അവർ പറയും നമുക്ക് ഇനി അടുത്ത പ്രൊസീജിയർ നമുക്ക് തന്നെ പോവാന്ന് പറയും. അവർക്കറിയാമല്ലോ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുക്കും. അവർക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അങ്ങനെ ആയാൽ നമുക്ക് അടുത്തത് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഒരു സാധാരണ പോലെ ചെയ്ത് നോക്കുന്നത്, സപ്പോസ് ഇതിലായിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം, അതൊന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ. അതുപോലെ ഇപ്പം ഈ കൺസീവ് ആവാത്തവർക്ക് IVF അല്ലാതെ വേറെ എന്തൊക്കെയാണ് മാം നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്? യൂഷ്വലി നമ്മൾ IVF-ലേക്ക് എത്തുമ്പോഴത്തേക്കും ബാക്കി എല്ലാം ട്രൈ ചെയ്തതിന് ശേഷമേ നമ്മൾ IVF എത്തുള്ളൂ. അപ്പോൾ അത് സാധാരണ രീതിയിൽ ഗർഭം ധരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് മാത്രമേ നമ്മൾ IVF പറയുള്ളൂ. അല്ലാതെ നോർമലി ഗർഭം ധരിക്കുന്നവർക്ക് ആർക്കും നമ്മൾ IVF പറയൂല. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണ ട്രീറ്റ്മെന്റ്സ് എല്ലാം ചെയ്ത് അതെല്ലാം IUI ചെയ്യും അവർക്ക്. പിന്നെ ടൈംഡ് ഇന്റർകോഴ്സ്, അവർക്ക് എപ്പോഴാണ് ഓവുലേഷൻ ഉണ്ടാവുന്നതെന്നുള്ള ടൈം പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം പറഞ്ഞ് ആവാത്തവർ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ലാപ്രോസ്കോപ്പിയിലെല്ലാം ടെസ്റ്റുകൾ നോക്കി ഇവർ പ്രഗ്നൻസിക്ക് വേറെ കുഴപ്പമില്ലാന്ന് കണ്ടു, എന്നിട്ട് ഇവർ പ്രഗ്നന്റ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ IVF എന്നുള്ളൊരു പ്രൊസീജിയറിലേക്ക് വരുന്നത്. അപ്പോൾ IVF ഫെയിൽ ആയി കഴിഞ്ഞാൽ IVF പിന്നെ എങ്ങനെ കുറച്ചും കൂടെ വേറെ രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പ്രൊസീജിയർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏറ്റവും ഒരു ഗ്യാരണ്ടി കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് സക്സസ് റേറ്റ് വെച്ച്, എസ്പെഷ്യലി പ്രഗ്നന്റ് ആവാത്തവർക്ക് കേട്ടോ, അല്ലാതെ ആവുന്നവർക്കല്ല. നോർമലി ആവുന്നവർ എല്ലാവർക്കും നമ്മൾ IVF പറയുന്നില്ലല്ലോ. അത് ഇൻഡിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ IVF പറയുള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളവർക്ക് എന്തായാലും IVF തന്നെ വേണ്ടി വരും. പിന്നെ ചില കണ്ടീഷൻസ് IVF കൊണ്ട് ക്യൂർ ആവും. അതായത് നമ്മൾ IVF ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതുകൊണ്ട് മാറും, എസ്പെഷ്യലി എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം. മാം എൻ്റെ അടുത്ത ക്വസ്റ്റൻ അതായിരുന്നു, IVF-ൽ ഇപ്പോൾ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു നോർമലി കൺസീവ് ആയി, സോ അടുത്ത പ്രഗ്നൻസി നോർമൽ ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഈ കണ്ടീഷനിൽ ഏത് എൻഡോമെട്രിയോസിനാണ് IVF ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസീസ് തന്നെ അവർക്ക് ക്യൂർ ആവും. പിന്നെ അവർക്ക് നെക്സ്റ്റ് കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു പിന്നെ ഉള്ളത് ചില പേഷ്യൻസ് അവരുടെ മാനസികമായി അവർ ഭയങ്കര ഹാപ്പി ആവുമല്ലോ കുട്ടി വരുമ്പോൾ. അപ്പോൾ ആ സ്ട്രെസ് എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ രണ്ടാമതാവും. അപ്പോൾ അങ്ങനെയും ഉണ്ടാവലുണ്ട്. പക്ഷേ ചില കണ്ടീഷനിൽ ഇപ്പോൾ തീരെ ബീജം ഇല്ലാത്തവരെ സുസ്പെർമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അതെന്തായാലും പറ്റില്ല. ഫുള്ളി ട്യൂബ് ബ്ലോക്ക് ഉള്ളവർക്ക് സെക്കൻഡ് ടൈം വേണമെങ്കിൽ IVF തന്നെ വേണ്ടി വരും. പക്ഷെ അല്ലാതെ എസ്പെഷ്യലി എൻഡോമെട്രിയോസിസ് എന്ന കണ്ടീഷനിലാണ് IVF ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർക്ക് നോർമലി കൺസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഇത് നമ്മുടെ ഒരു വിമൻ സൈഡ് ഒന്ന് ചോദിക്കുകയാണ് മാം, ഒരു സ്ത്രീക്ക് കറക്റ്റായിട്ട് മറ്റേ പ്രഗ്നന്റ് ആവാനായിട്ട് ഒരു ഏജ് ഒരു ടൈം പീരീഡ് ഉണ്ടോ മാം? അങ്ങനെ സാധാരണ ഇപ്പോൾ ചോദിക്കില്ലേ ഏത് ഏജിലാണ് ഏറ്റവും ആപ്റ്റ് ഗുഡ് ഫോർ ടു കൺസീവ് ഓർ ഗെറ്റ് പ്രഗ്നന്റ് എന്ന് ചോദിച്ചാൽ മാം എന്താ അത് അങ്ങനെ ഒരു ഏജ് ഉണ്ടോ? അങ്ങനെ ഒരു ഏജ് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ നമ്മൾക്ക് എങ്ങനെ പ്രഗ്നന്റ് ആവണേ, നമ്മുടെ എഗ് കൊണ്ടാണ് പ്രഗ്നന്റ് ആവണേ. ഈ എഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കണതിന് മുന്നേ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് ദൈവം നമ്മളെ വിടണേ. പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ബീജം ഒരു വയസ്സായാലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ സ്ത്രീകൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എഗ്ഗിൻ്റെ നമ്പർ കണ്ടിന്യൂസ്ലി കുറഞ്ഞു വരും. 35 ആകുമ്പോൾ നല്ലോണം കുറയും, 40-41 തീരും. അതുകൊണ്ട് ഏജ് കൂടുന്തോറും ഇവരുടെ ഫെർട്ടിലിറ്റി കുറഞ്ഞു വരിക, നമ്പർ ഓഫ് എഗ്സ് കുറഞ്ഞു വരിക. സോ മാക്സിമം എഗ്ഗുള്ള ഏജാണ് നമുക്ക് ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള പീരീഡ്. അപ്പോൾ യൂഷ്വലി ചെറിയ വയസ്സ് തന്നെയാണ് ഏറ്റവും നല്ലത്. 20 to 25 തന്നെയാണ് ഏറ്റവും നല്ല പ്രായം. പക്ഷെ ഇപ്പോൾ ആരും അത്രയും നേരത്തെ ഡെലിവറി ആവുന്നില്ലല്ലോ. സോ 25 to 30 അതാണ് ബെസ്റ്റ് ടൈം ടു ബിക്കം പ്രഗ്നൻറ്റ്. ഇപ്പോഴത്തെ ഒരു കുട്ടികൾ പഠിക്കുന്നതും അതെല്ലാം വെച്ചിട്ട് 25 to 30 ആണ് ഏറ്റവും നല്ല ടൈം ടു ബിക്കം പ്രഗ്നൻറ്റ്. ആഫ്റ്റർ 30 തന്നെ ശരിക്കും പറഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. 35 കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എഗ്ഗ് ഫ്രീസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണ്, നമ്മുടെ പഠിത്തം കഴിഞ്ഞിട്ടില്ല, നമുക്കിപ്പോൾ ഒരു തരത്തിലും പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല ഉള്ളവർ ഈ 25 to 30 ഇയേഴ്സിൽ അവരുടെ എഗ്ഗ് എടുത്ത് വെച്ചാൽ ഈവൻ അവർ 40 ഇയേഴ്സ് ആകുമ്പോൾ അവർ സെറ്റിൽ ആയാലും അവർക്ക് ഈ സെയിം എഗ്ഗ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവർ 40 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി പോയില്ലേ, എഗ്ഗ് ഉണ്ടാവില്ല, പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രഗ്നൻ്റ് ആവാൻ. സോ അപ്പോൾ അത് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എഗ്ഗ് 25 to 30 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് എഗ്ഗ് വന്നെടുത്തിട്ട് വെക്കുക. പിന്നെ അവർക്ക് സൗകര്യം പോലെ എപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ മാം. അതുപോലെ എത്ര വയസ്സ് വരെ നമുക്ക് പ്രിഫറബിളി IVF ചെയ്യാൻ പറ്റും? ഏതാണ് മാക്സിമം അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ ഈ പുതിയ ART റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട് സ്ത്രീകൾക്ക് 50 ഇയേഴ്സ്, പുരുഷന്മാർക്ക് 55 ഇയേഴ്സ്. പിന്നെ മറ്റേതാണെങ്കിൽ 21 ഇയേഴ്സ് സ്ത്രീകൾക്ക് താഴെ, 21 ഇയേഴ്സും പുരുഷന്മാർക്ക് 23 ഇയേഴ്സ്. അപ്പോൾ അതായത് 21 ഇയേഴ്സും 50 ഇയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് ചെയ്യാം, 23 ഇയേഴ്സ് ടു 55 ഇയേഴ്സ് ഉള്ള പുരുഷന്മാർക്കും ചെയ്യാം. ഇതിൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ കോർട്ടിൽ നിന്ന് ഓർഡർ എടുത്ത് വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. ലീഗലി നമുക്ക് അത് ഇത് വേണം. മാം ഇപ്പോൾ ഈ ചെറിയ ഏജ് പറഞ്ഞല്ലോ, ഈ ചെറിയ ഏജിലുള്ള ആൾക്കാർക്ക് IVF ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്? ഈ യങ് ഏജ് ചിലപ്പോൾ ഇപ്പോൾ 20 ഇയേഴ്സിൽ കല്യാണം കഴിച്ചു, ഹസ്ബൻഡ് സുസ്പെർമിക് ആണ്, അതായത് ഹസ്ബൻഡ് ബീജം ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 21 ഇയേഴ്സ് ആവണവരെ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും.
ഓക്കെ. അതായത് ചെയ്യാൻ പറ്റുള്ളൂ, എന്നിട്ട് IVF ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ സറഗസിയുടെ കാര്യം പറഞ്ഞു, അതിന്റെ ഒരു ലീഗാലിറ്റി എങ്ങനെയാണ് മാം ഇന്ത്യയിൽ? സറഗസി ഇന്ത്യയിൽ നമ്മൾ അവർ പറയണതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം. മീൻസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോർഡ് ഉണ്ട്. അപ്പം കുറേ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ്. കുറേ സർട്ടിഫിക്കറ്റ്സ് വെച്ചാൽ ഈ ഫസ്റ്റ് ഒരു സറോഗേറ്റിനെ കണ്ടുപിടിക്കണം. സറോഗേറ്റും അവർക്ക് ഹസ്ബൻഡ് ഉണ്ടാവണം, കുട്ടി ഉണ്ടാവണം. ഷീ ഷുഡ് ബി ലെസ് ദാൻ 35 years. അതാണ് സറോഗേറ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ. അത് നമ്മുടെ ഫാമിലി ആകാം, ഫ്രണ്ട് മീൻസ് സിസ്റ്റേഴ്സ് ആവാം, അമ്മയാവാം, ഫ്രണ്ട് ആവാം. പക്ഷേ ആൾട്രൂയിസ്റ്റിക് ആയിരിക്കണം, കമേഴ്ഷ്യൽ അല്ല. ആൾട്രൂയിസ്റ്റ് മീൻസ് മാനുഷിക പരിഗണന മൂലം ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ മാത്രമേ, പൈസയ്ക്കായിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ മുന്നേ കണ്ടിട്ടില്ലേ ഫിലിം സ്റ്റാർസ് ഒക്കെ ചെയ്യുന്നത്, അതേപോലെ ചെയ്യാൻ പറ്റില്ല ഇനി. ഇപ്പം നമ്മൾ പിന്നെ ഒരു ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ ഉണ്ടാവണം. നമുക്ക് വെറുതെ ഒരു കുട്ടി വേണം നിങ്ങളൊരു സറോഗേറ്റ് ചെയ്ത് അങ്ങനെ പറ്റില്ല. ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ വെച്ചാൽ ഇവർക്ക് അതായത് യൂട്രസ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ യൂട്രസിൽ കുറേ സർജറീസ് ചെയ്തിട്ടുണ്ട്, ആഗ്രഹിക്കുന്നവർക്ക് അതെ ഈ ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ ഉണ്ടാവും. അതൊന്ന് യൂട്രസ് ഉണ്ടാവാൻ പാടില്ല, യൂട്രസ് സർജറി വഴിയോ അല്ലെങ്കിൽ ജന്മന യൂട്രസ് ഇല്ലാത്തവർ, പിന്നെ കുറേ സർജറീസ് ചെയ്ത് യൂട്രസ് ഫുള്ളി ഡാമേജ് ആയവർ, പിന്നെ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസസ്, എപ്പോൾ പ്രഗ്നൻ്റ് ആയാലും അത് അബോർഷനായി പോകുന്ന ആൾക്കാർ, പിന്നെ മൾട്ടിപ്പിൾ IVF ഫെയിലിയേഴ്സ്, പിന്നെ ഉള്ളത് എനി മെഡിക്കൽ കണ്ടീഷൻ വിച്ച് ഡസ് നോട്ട് അലൗ ദ മദർ ടു ക്യാരി എ ബേബി. അതായത് അമ്മയ്ക്ക് എന്തെങ്കിലും ജീവന ഹാനി ഉണ്ടാക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് സറോഗസി ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കപ്പിൾ വന്നാൽ അവർക്ക് ഒരു സറോഗേറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സറോഗേറ്റിൻ്റെ ക്രൈറ്റീരിയ ഇതാണ്, ലെസ് ദാൻ 35 years, അവർക്ക് കുട്ടി ഉണ്ടാവണം, ഹസ്ബൻഡ് ഉണ്ടാവണം. പിന്നെ സറോഗേറ്റിന് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ സറോഗസി ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് ഈ സറോഗേറ്റ് പറയണം ഞാനിത് ആൾട്രൂയിസ്റ്റിക് ആണ് ചെയ്യുന്നത്, ഞാൻ പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, ആൻഡ് ഈ കുട്ടീനെ ഞാൻ അങ്ങോട്ട് കൊടുക്കും എന്നുള്ള കാര്യം അവർ കോടതിയിൽ നിന്ന് എഴുതിയിട്ട് തരണം. സെക്കൻഡ് ഈസ് ഈ പാരൻസ് ഇവർ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഈ കൊച്ചിനെ എടുത്തോളാം എന്നുള്ളത്. ഇപ്പോൾ കുഴപ്പമുള്ള കുട്ടിയാണെങ്കിൽ പോലും ഞങ്ങളതിനെ എടുത്തോളാം എന്നുള്ളത്. പിന്നെ അവരുടെ കുറേ സർട്ടിഫിക്കറ്റ്സ്, അതിന് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, അങ്ങനത്തെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതെല്ലാം കൊണ്ട് ഇവർ DMOന് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് DMO അതെല്ലാം ഒന്ന് നോക്കും. DMO നോക്കി DMO കുഴപ്പമൊന്നുമില്ല, ഇനി അഡീഷണൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവരത് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ DHSലേക്ക് പോകണം, ട്രിവാൻഡ്രത്ത് ഈ 2 കപ്പിളും പോകണം. അതായത് കമ്മീഷനിങ് കപ്പിളും ഈ സറോഗേറ്റ് കപ്പിളും. ഇവർ പോയിട്ട് അവിടെ ഒരു പാനൽ മെമ്പേഴ്സ് ഉണ്ട്. അതായത് അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ടാവും, അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. ഇവരെല്ലാം ഈ എല്ലാ പേപ്പേഴ്സും ചെക്ക് ചെയ്യും. ഇതൊരു ജെനുവിൻ കേസാണോ നോക്കും. ജെനുവിൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഇതാണ്, കറക്റ്റ് ഇൻഡിക്കേഷൻ ഉണ്ടോ, ഇതെല്ലാം ഈ നിയമത്തിന് കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷം അവർക്കൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതായത് ഇവർ എലിജിബിൾ ഫോർ സറോഗസിയാണ്. അപ്പോൾ അത് അവർ ഞങ്ങൾക്ക് തന്നാൽ നമ്മൾ അവർക്ക് സറോഗസി ചെയ്ത് കൊടുക്കും. ആ രീതിയിൽ മാത്രമേ സറോഗസി ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സറോഗസിയുടെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. ഡയറക്റ്റ് നേരെ ശരിക്കും പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല, കുഴപ്പമില്ല മാം. അതുപോലെ ഇതിന്റെ ചെലവുകൾ കാര്യങ്ങളൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഇത് ആൾട്രൂയിസ്റ്റിക് ആണ്. ആൾട്രൂയിസ്റ്റിക് എന്ന് പറയുമ്പോൾ കമേഴ്ഷ്യൽ അല്ല. അപ്പോൾ ഈ സറോഗേറ്റിനോട് നമുക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ്, പിന്നെ അവരുടെ എല്ലാ ചെലവും ഇവർ ബെയർ ചെയ്യണം, ഫുൾ അതായത് എല്ലാ ട്രീറ്റ്മെൻറ്റ്, സ്കാനിങ്, മെഡിസിൻസ്, അവരുടെ ഇവിടുത്തെ സ്റ്റേ, പിന്നെ അവരുടെ ഫുഡ്, അവർക്ക് ഒരായന വേണമെങ്കിൽ അതെല്ലാം അവർ ചെയ്തു കൊടുക്കണം. പ്ലസ് അവർ പോകുമ്പോൾ യൂഷ്വലി ഒരു 5 to 6 lakhs കൊടുക്കും തോന്നുന്നു. അവർ തമ്മിൽ തന്നെ ഡീലിങ്, നമ്മൾ തമ്മിലല്ല. നമ്മളിത് ഇവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡർ മാത്രമാണ്, അല്ലാതെ ചെയ്യുന്നില്ല. ഓക്കെ മാം. അതുപോലെ ഇപ്പം നമ്മൾ IVFലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ IVF ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ വേറൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര പൈസയുള്ള ഒരു പ്രൊസീജിയറാണ്, ഒത്തിരി രൂപയാവും. കാര്യം ഇപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ 1 തവണ 2 തവണ കൂടുതലൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് മാം ഇതിൻ്റെ ഒരു റേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ ചെലവുകൾ എങ്ങനെയാണ് വരുന്നത്? IVF കുറച്ചൊരു എക്സ്പെൻസീവ് പ്രൊസീജിയർ ആണ്. കാരണം ഇത് IVF ഞാൻ പറഞ്ഞു ഒരു 10 ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഈ 10 ഇഞ്ചെക്ഷൻ തന്നെ പലതരത്തിലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന മരുന്നുണ്ടാവും, ഇമ്പോർട്ടഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളാണെങ്കിൽ അത്ര വില ഉണ്ടാവില്ല. പക്ഷേ ഇമ്പോർട്ടഡ് സാധനങ്ങൾ വാങ്ങേണ്ട ചില ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ അത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെയാണെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്. പിന്നെ വരുന്നത് നമ്മുടെ IVF ലാബിൻ്റെ ഒരു ഇതാണ്. IVF ലാബിൽ നമുക്കുള്ള എക്യുപ്മെൻറ്റ്സ് അനുസരിച്ചാണ് ഇതിൻ്റെ ചിലവ്. അപ്പോൾ IVF ലാബിലെ എക്യുപ്മെൻറ്റ്സ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് സാധനങ്ങളാണ്. ഇൻക്യുബേറ്റർ ഉണ്ടാവും, വർക്ക് സ്റ്റേഷൻ ഉണ്ടാവും, പിന്നെ ഇക്സി മെഷീൻ, ഇതെല്ലാം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ മീഡിയ, ഇത് ഓരോ പ്രാവശ്യം ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഇപ്പോൾ IVF ലാബിലുള്ള ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു എയർ ക്വാളിറ്റി മുതൽ ഒരു പൊടി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഒരവസ്ഥയുള്ളത് അങ്ങനെ തന്നെയായിരിക്കണം IVF ലാബിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ആയാലും pH ആയാലും ഹ്യൂമിഡിറ്റി ആയാലും ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഉള്ളിൽ എങ്ങനെയുണ്ടോ അതേപോലത്തെ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ എംബ്രിയോ അവിടെ വയബിളായിട്ട് റിമെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ എംബ്രിയോ വയബിളായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് വരുള്ളൂ.
അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ടാണ് IVF എക്സ്പെൻസീവ് ആവുന്നത്. ആ ഒരു നമ്മൾ ആ ലാബിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതിൻ്റെ മെഡിസിൻസ് ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഇതൊരു എക്സ്പെൻസീവ് പ്രൊസീജിയർ ആവുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്കില്ല്, എംബ്രിയോളജിൻ്റെ എമൗണ്ട് പേ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ അനസ്തെറ്റിസ്റ്റിൻ്റെ എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്തായാലും ആവറേജ് കോസ്റ്റിംഗ് എത്ര തൊട്ട് ഏകദേശം ഒരു 1 to 1.5 lakhs ഏകദേശം, ഇൻക്ലൂഡിങ് മെഡിസിൻ ആൻഡ് ഫ്രീസിങ്. ടോട്ടൽ നമ്മൾ തുടക്കം തൊട്ട് ഒരു സൈക്കിളിന് വിത്തൗട്ട് എനി അതർ ആക്സസറി ട്രീറ്റ്മെന്റ്, വേറെ ഒന്നുമില്ല. അത് ഇതിന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സക്സസ് കൂട്ടാൻ വേണ്ടിയിട്ട് പല ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാം ഇതിന്റെ കൂടെ, ഇതിന്റെ ആഡ് ഓൺ ആയിട്ട്. അതെ, ആഡ് ഓൺസ് ആയിട്ട് വേറെ കുറെ ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പോൾ അതെന്തൊക്കെയാണ് മാം ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ്? ആഡ് ഓൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമുക്ക് ഹിസ്ട്രോസ്കോപ്പി ചെയ്യേണ്ടി വരും, ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരും. പിന്നെ IVF ലാബിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. എംബ്രിയോ ഗ്ലൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എംബ്രിയോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഊസൈറ്റ് ആക്ടിവേഷൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ്. പിന്നെ നമ്മൾ എംബ്രിയോസ്കോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എംബ്രിയോസ്കോപ്പ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നല്ല എംബ്രിയോസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു മോർഫോളജിക്കലി നല്ല എംബ്രിയോ. അപ്പോൾ അതിന് ചാൻസസ് ഓഫ് കൺസെപ്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രൊസീജിയർ. പിന്നെ സ്പേം സെലക്ഷൻ ഉണ്ട്, സ്പേം സെലക്ഷൻ ചെയ്യാം. ഇപ്പോൾ ഭയങ്കര മോശം ഒരു സാമ്പിളുള്ള ആൾക്കാർക്ക് നല്ല സ്പേം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആവുമായിരിക്കും. ഓക്കെ. ഇതുപോലെ നമ്മുടെ ഇപ്പോൾ ചികിത്സാ രീതികളിൽ AI പോലത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒരുപാട് വരുന്നുണ്ട്. അപ്പം ആ പുതിയ ഈ നൂതനമായ കാര്യങ്ങൾ എത്രത്തോളം IVF ചികിത്സയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മാമിൻ്റെ ഒരു? നമ്മളുടെ ഇവിടെ ഇപ്പോൾ AI എംബ്രിയോസ്കോപ്പ് ആണുള്ളത്. എംബ്രിയോസ്കോപ്പ് എന്ന് വെച്ചാൽ ഒരു ഇൻക്യുബേറ്ററാണ്. ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഈ എഗ്ഗും സ്പേമും യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന ഭ്രൂണം വെക്കുന്ന ഒരു സാധനമാണ് ഇൻക്യുബേറ്റർ. അപ്പോൾ ഈ ഇൻക്യുബേറ്ററിലെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന എംബ്രിയോൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഒരു സ്റ്റേബിൾ ഒരു കൾച്ചർ എൻവയൺമെൻ്റ് ആണ് ഈ എംബ്രിയോസ്കോപ്പ് തരുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ എംബ്രിയോസ്കോപ്പിൽ അത് AI അറ്റാച്ച്ഡ് ആണ്. അതായത് നമുക്ക് ഈ എംബ്രിയോസ് ഏത് എംബ്രിയോ നല്ലതെന്ന് മെഷീൻ തന്നെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ സക്സസ് കിട്ടും. അതേപോലെ സ്പേം സെലക്ഷൻ ഉണ്ട്, എഗ് സെലക്ഷൻ, എല്ലാത്തിനും ഇപ്പോൾ AI വരുന്നതല്ലേ. ഇപ്പോൾ IVFലേക്ക് ശരിക്കും പറഞ്ഞാൽ AI ഒത്തിരി വരുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യും. RA വിറ്റ്നസിങ്, അതുപോലെ പ്രീ ഇംപ്ലാന്റേഷൻ, ജനറ്റിക് ടെസ്റ്റിംഗ്, ഇതൊക്കെ എന്താണ് മാം? ഇതിന് RA വിറ്റ്നസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടെക്നിക്കാണ് നമ്മുടെ ലാബിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത്. പിന്നെ നമ്മൾക്ക് ഈ പേഷ്യൻസിന് എപ്പോഴും IVFനെ പറ്റിയുള്ളൊരു പേടി ഉണ്ടാവും. അതായത് ഒത്തിരി പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ട്, എല്ലാവരും സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഒത്തിരി ആൾക്കാർ സാമ്പിൾ കൊടുക്കുന്നുണ്ട്, കുറേ പേഷ്യൻസിൻ്റെ എഗ്ഗ് വരുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലൊരു മിക്സപ്പ് വരുമെന്ന്. ഇപ്പോൾ എൻ്റെ എഗ്ഗ് എടുത്തിട്ട് വേറെ ആൾക്ക് വെക്കും, അല്ലെങ്കിൽ എൻ്റെ സ്പേം വേറെ ആൾക്ക് അറിയാതെയെങ്കിലും ഒരു മനുഷ്യനല്ലേ, നമുക്കൊരു തെറ്റ് പറ്റിപ്പോയാലോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടാവില്ലേ. ഫസ്റ്റ് എല്ലാവരും IVF എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലതാണ്, അയ്യോ വേറെ ആളുടെ കുട്ടിയായിരിക്കുമോ എന്നുള്ളത് അല്ലേ, എപ്പോഴും ഉണ്ടാവില്ല എല്ലാവർക്കും. ഇപ്പോൾ എസ്പെഷ്യലി വയസ്സായ ആൾക്കാരൊക്കെ ആദ്യം പറയുമല്ലോ, അയ്യോ ഇത് വേറെ ആളുടെ കുട്ടിയായിരിക്കും എന്ന് പറയും. അപ്പോൾ ഇതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ RA വിറ്റ്നസിങ്. RA വിറ്റ്നസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാർകോഡ് ചെയ്ത് പോവില്ലേ, നമ്മൾ ബാക്കി സ്ഥലത്തുള്ള ബാർകോഡ് ചെയ്ത് പോകുന്നത് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ സാമ്പിൾ കൊടുക്കുമ്പോൾ ബാർകോഡ് ചെയ്യും. അതേപോലെ എക്സാമ്പിളിൽ ബാർകോഡ് ചെയ്യും. അപ്പോൾ ഇത് ഫുൾ ഈ സൈക്കിൾ, അതായത് എഗ്ഗ് എടുത്തു, സ്പേം എടുത്തു, എംബ്രിയോ ആയി, അത് ഇൻക്യുബേറ്ററിൽ വെച്ചു, അത് കഴിഞ്ഞ് എംബ്രിയോ ഫ്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ബാർകോഡ് വെച്ചിട്ട് തന്നെ പോകുള്ളൂ. എവിടെയെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അലാം അടിക്കും. അതാണ് RA വിറ്റ്നസിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായത് കണ്ടിന്യൂസ്ലി അത് ബാർകോഡ് ചെയ്തിട്ട് പോകുന്നതിന് ഒരു പ്രൊസീജിയർ ടു പ്രിവെന്റ് മിസ്മാച്ച്, അതിന് വേണ്ടിയിട്ടുള്ളൊരു അതാണ് RA വിറ്റ്നസിംഗ്. പ്രീ ഇംപ്ലാന്റേഷൻ, അതുപോലെ ജനറ്റിക് ടെസ്റ്റ്. പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റിംഗ് ദ എംബ്രിയോസ്, എംബ്രിയോ ടെസ്റ്റ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല യൂപ്ലോയിഡ് എംബ്രിയോസ് ഏതാണ്, ജനറ്റിക്കലി നോർമൽ എംബ്രിയോസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്. അപ്പോൾ അത് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഈ പാരൻസ് ആർക്കെങ്കിലും ഒരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ കുട്ടികൾ ഉണ്ടാവണം, എല്ലാവരും കുഴപ്പമുള്ള കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് കുഴപ്പമുണ്ട്, സെക്കൻഡ് കുട്ടിക്ക് കുഴപ്പമുണ്ട്, എസ്പെഷ്യലി സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടില്ലേ, അതിനകത്ത് എല്ലാ കുട്ടികൾക്കും അത് വരാം അല്ലേ. അപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ് എല്ലാം ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് പാരൻസിന് ആർക്കെങ്കിലും അതിൻ്റെ ഒരു ഇതുണ്ടാവും, ഒരു കുഴപ്പമുണ്ടാവും. അപ്പോൾ അത് രണ്ടാളുടെയും കൂടെ കൂടുമ്പോഴത്തേക്ക് ഈ കൊച്ചിന് അസുഖം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അസുഖമുള്ള പാരൻസിന് ഒരു 50% ചാൻസാണ് അബ്നോർമൽ കുട്ടി ഉണ്ടാകാനായിട്ട്. അപ്പോൾ ഏത് കുട്ടിയാണ് അബ്നോർമൽ, ഏത് കുട്ടിയാണ് അബ്നോർമൽ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, അവരുടെ എംബ്രിയോസ് എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതാണ് ജനറ്റിക് ടെസ്റ്റിംഗ്, അതായത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയും. എന്നിട്ട് ഈ നോർമൽ ആയിട്ടുള്ള എംബ്രിയോ ആയിരിക്കും നമ്മൾ തിരിച്ചു വെക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഏജ് ഉള്ള പാരൻസ് ഉണ്ടാവില്ലേ, ഞാൻ പറഞ്ഞ 40-42 ഇയേഴ്സ് ഉള്ളവർക്ക്, ഇപ്പോൾ സ്വന്തം കുട്ടി തന്നെ വേണമെന്നുള്ളവർക്ക് നമ്മൾ എംബ്രിയോസ് എടുത്തിട്ട് അവർക്കും ഇതുപോലെ അന്യൂപ്ലോയിഡ് എംബ്രിയോസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല എംബ്രിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യും.
അപ്പോൾ ബേസിക്കലി പാരൻസിന് എന്തെങ്കിലും കുഴപ്പമുള്ളവർ, അല്ലെങ്കിൽ അഡ്വാൻസ് മെറ്റേണൽ ഏജ്, തേർഡ് ഇസ് കുറേ പ്രാവശ്യം IVF ചെയ്ത് ഫെയിൽ ആയവർക്ക് നമ്മൾക്ക് ഇതുപോലെ നല്ല എംബ്രിയോ എടുത്തിട്ട് വെച്ച് നോക്കാം. ഇതാണ് അതിന്റെ ഈ ഒരു പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ. അതുപോലെ ഇപ്പം നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തു എന്ന് പറഞ്ഞു, ഇത് ഐഡിയലി നമുക്ക് എത്ര വട്ടം വരെ ഒരു ബോഡിയിൽ ഇത് ട്രൈ ചെയ്യാൻ പറ്റും? യൂഷ്വലി ഞാൻ പറയില്ല 3 to 5 times ഒക്കെ ചെയ്യുമ്പോഴേക്ക് പ്രഗ്നന്റ് ആവും. പക്ഷെ നമുക്കിവിടെ 15, ഞങ്ങളുടെ ഇവിടെ ചെയ്തതല്ല, പുറകെ പല സ്ഥലങ്ങളിൽ നിന്ന് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. 10-12 ഒക്കെ പ്രാവശ്യം ചെയ്തു വരുന്ന ആൾക്കാർക്ക് അത്രയും വട്ടം ചെയ്തു എന്ന് പറഞ്ഞ എന്തെങ്കിലും എല്ലാവർക്കൊന്നും അങ്ങനെയൊന്നും കുഴപ്പമൊന്നും വരില്ല. അവർ ആക്ച്വലി അവരുടെ ലൈഫ് ബെറ്റർ ആവുമല്ലേ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് ഭയങ്കര നല്ലതാവും. യൂഷ്വലി അത് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പങ്ങളൊന്നും അങ്ങനെ വരില്ല. ഈ IVF ഇംപ്ലാന്റ് ചെയ്ത് വരുന്ന കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് ആൾക്കാർക്ക് കൺസേൺ ഉണ്ടോ? ലൈക്ക് അങ്ങനെ എന്തെങ്കിലും പറയാം? കുട്ടികൾ ആക്ച്വലി ഡിപ്പെൻസ് ഓൺ പാരൻസിന്റെ പോലെ തന്നെ ഉണ്ടാവും. അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഒരു കുട്ടിയായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതേ കുഴപ്പം കുട്ടിക്ക് ഉണ്ടാക്കാം. അപ്പോൾ യൂഷ്വലി ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ പാരൻസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം. എസ്പെഷ്യലി ഇപ്പോൾ ലോങ് ഡ്യൂറേഷൻ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാർക്ക്, പെസോസ്പെർമിയ ഉള്ള പാരൻസ് ഫാദർ ആണെങ്കിൽ ദാറ്റ് മീൻസ് അവർക്ക് ജനറ്റിക്കലി ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതേ പ്രശ്നം കുട്ടിയിലേക്ക് വരാം. പക്ഷെ അതർവൈസ് ഇവർക്ക് നോർമൽ കുട്ടികളെ പോലെ തന്നെയാണ് ഇവർ. അങ്ങനെ കുഴപ്പമുള്ള കുട്ടികളൊന്നല്ല. ഇല്ല. അതുപോലെ ഐഡിയലി ഇത് നോർമൽ കപ്പിൾസിൻ്റെ അടുത്ത് ഹെൽത്തി ബേബി കൺസീവ് ചെയ്യാനായിട്ട് മാം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാറ് യൂഷ്വലി? ഫസ്റ്റ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണല്ലേ. അതൊന്ന്. പിന്നെ കോഹാബിറ്റേഷൻ, ഇവർ ഒന്നിച്ച് താമസിക്കുക എന്നുള്ളൊരു ഇത് കുറച്ച് കുറവാണല്ലോ. എല്ലാവരും ഇപ്പോൾ ഈ ജോലി സംബന്ധിച്ച് ഒരാൾ അവിടെ ആയിരിക്കും, ഒരാൾ ഇവിടെ ആയിരിക്കും. ഈ ഓവുലേഷൻ്റെ ടൈമിൽ മാത്രം ഒന്നിച്ച് കാണുക, അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ എപ്പോഴും കാണുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഒന്നിച്ച് ഫസ്റ്റ് തന്നെ താമസിക്കുക. പിന്നെ അവർക്ക് നമ്മൾ ഓവുലേഷൻ്റെ ടൈം പറഞ്ഞു കൊടുക്കും. ഓവുലേഷൻ ടൈം യൂഷ്വലി വെച്ചാൽ പീരീഡ്സ് ആയിട്ട് 14th day ആണ് ഓവുലേഷൻ്റെ ടൈം. അത് എല്ലാവർക്കും അല്ല, റെഗുലർ പീരീഡ്സ് ഉള്ളവർക്ക്. അപ്പോൾ ഏകദേശം ആ ടൈം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറയാം. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഞാൻ പറഞ്ഞത്, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, നല്ലോണം ഉറങ്ങുക, ഈ ഗാഡ്ജറ്റ്സിൻ്റെ യൂസ് കുറയ്ക്കുക, തടി കുറയ്ക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് തടി കുറയ്ക്കുക. പിന്നെ ഈ ഹാബിറ്റ്സ്, ആൽക്കഹോൾ, സ്മോക്കിങ്, ഡ്രഗ്സ് അതെല്ലാം ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നോർമലി കൺസീവ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സാധനങ്ങൾ. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെയിറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. വെയിറ്റ് എസ്പെഷ്യലി ഫീമെയിൽ സൈഡ് വെയിറ്റ് ഒരു ഐഡിയൽ വെയിറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും പ്രഗ്നൻസിക്ക്. അതുപോലെ ഇപ്പം നമ്മൾ 30 വയസ്സിന് ശേഷം ഈ പീരീഡ്സിന്റെ ഡ്യൂറേഷൻ ഇപ്പോൾ 5 to 6 days എന്നുള്ളത് കുറയുന്നു എന്നുള്ളത് ഞാൻ യൂഷ്വലി ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഇപ്പം അങ്ങനെ ഒരു കാര്യം അതെന്തുകൊണ്ടായിരിക്കും മാം? ഇപ്പം അതായത് പണ്ട് 5 days 6 days ഉണ്ട്, അതിപ്പോൾ 3 days 2 days ആയിട്ട് 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ പീരീഡ്സിന്റെ ഒരു ഡ്യൂറേഷൻ കുറയുന്നു എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? കുറയൂല, എല്ലാവർക്കും അതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. യൂഷ്വലി കൂടുക ചെയ്യുക. അത് ശരി. ഏജ് കൂടുന്നതോറും ഈ പറഞ്ഞ ഇപ്പം എസ്പെഷ്യലി ഒരു ഡെലിവറി ഒക്കെ കഴിയുവാണെങ്കിൽ അവരുടെ യൂട്രസിന്റെ സൈസ് കുറച്ച് കൂടുമ്പോൾ എന്തായാലും കുറച്ച് കൂടുക ചെയ്യുക. ഫ്ലോ കൂടും, ഡ്യൂറേഷൻ കൂടും, ഫ്രീക്വൻസി മീൻസ് അതിന്റെ ഇത് കുറയും. 30 days എന്നുള്ള സൈക്കിള് 26 days ആവും. എഗ്ഗ് കുറഞ്ഞു വരുമ്പോൾ ലക്ഷണങ്ങൾ ഇതൊക്കെയാ. ഇവരുടെ സൈക്കിള് ചെറുതാവും. 30 days എന്നുള്ളത് 26 ആവും, 24 ആവും. എഗ്ഗ് കുറയണതിന്റെ ഫ്രീക്വന്റ് സൈക്കിൾസ് അവർക്ക്. ഓക്കെ. ഈ മെനപ്പോസ് ലൈക്ക് വന്നതിന് ശേഷം നമുക്ക് ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ മെനപ്പോസ് ആവുന്ന ആ ഒരു ടൈം ഇതിൽ നമുക്ക് പ്രഗ്നൻസി പോസിബിൾ ആണ്? ഇപ്പൊ IVF ആണെങ്കിൽ തന്നെ നമുക്ക് മെനോപോസ് ആവുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ സ്ത്രീക്ക് എഗ് ഇല്ലാന്ന്. അതെ. അപ്പൊ നമ്മൾ വേറെ ഡോണർ എഗ് യൂസ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആക്കാം, പ്രൊവൈഡഡ് അവരുടെ ഏജ് ലെസ് ദാൻ 50 ആണെങ്കിൽ മാത്രം. ഓക്കെ. അപ്പൊ അതായത് മെനപ്പോസ് വന്നതിന് ശേഷവും കൺസീവ് ആവാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവരുടെ ഏജ് 50 താഴെ ആയിരിക്കണം ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്. മുന്നേ എല്ലാം നമ്മൾ 50 മേലുള്ളവർക്കും ചെയ്തു കൊടുക്കലുണ്ട്. പക്ഷെ അപ്പോൾ ഈ നിയമം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ നിയമം വന്നതിന് ശേഷം നമുക്ക് 50 വയസ്സിന്റെ മേലെ ചെയ്യാൻ പറ്റൂല. 50 വയസ്സ് താഴെയുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. പുതിയതായിട്ട് വന്നല്ലോ പുതിയ നിയമത്തിൽ മെയിൻലി ഏജ് ആണ്. ഏജ് 50 years കഴിഞ്ഞാൽ ലേഡീസിന് ചെയ്യാൻ പറ്റില്ല, 55 കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ ഈ ഡോണറും ഇതെല്ലാം സറോഗസിക്കും എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ലോസ് ആയി. അവർ കറക്റ്റാ പറയുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ യങ്ങർ ഏജും 21 years 23 years എന്നുള്ളതുണ്ട്. പിന്നെ കൺസെൻറ്റ് ഫോംസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എല്ലാം കറക്റ്റ് കൺസെൻറ്റ് ഫോം വെക്കണം. പേഷ്യൻ്റ് എല്ലാ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ഒപ്പിടിച്ച്, പിന്നെ ഇതെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഒരു കൗൺസിലിംഗ് രജിസ്റ്ററിൽ ഒപ്പിട്ട് എന്നിട്ട് മാത്രമേ നമുക്ക് IVF ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യവും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് കറക്റ്റ് ഡിസ്ചാർജ് സമ്മറി കൊടുക്കണം. എത്ര എഗ്ഗ് വന്നു, എത്ര ഭ്രൂണം വന്നു, ഭ്രൂണത്തിൻ്റെ ഗ്രേഡ് എങ്ങനെയാണ്, പിന്നെ അത് എത്ര ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ കണക്കും നമ്മൾ അവർക്ക്
കൊടുക്കണം. അതുപോലെ നമ്മളിപ്പോൾ കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇത് തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് സ്പെഷ്യൽ കൗൺസിലിംഗ് പോലെ കൊടുക്കാറുണ്ടോ? കൗൺസിലിംഗ് എന്തായാലും ഒരു മാൻഡേറ്ററി ആണ്, എന്തായാലും കൗൺസിലിംഗ് കൊടുക്കണം. കാരണം പേഷ്യൻസിന് എപ്പോഴും അവരുടെ കുറേ സങ്കടങ്ങളുണ്ടാവും. ഇത് മാത്രമല്ല, അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന സോഷ്യൽ പ്രഷേഴ്സ് ഉണ്ടല്ലോ, വീട്ടിൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, ഹസ്ബൻഡും വൈഫും തമ്മിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവർക്ക് സംസാരിക്കണമല്ലോ. കുറച്ച് സംസാരിച്ച് അവരെ വിഷമമെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ. മാമിൻ്റെ അടുത്ത് IVF-നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്താണ്, സംശയം ഏറ്റവും കൂടുതൽ മാം എപ്പോഴും ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ലീവ് എടുക്കണോന്ന്. IVF കഴിഞ്ഞാൽ ലീവ് എടുക്കണോന്ന് എല്ലാവർക്കും എപ്പോഴും വരും. സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് തന്നെ ലീവ് സർട്ടിഫിക്കറ്റ് തരണം എന്നാണ്. അപ്പോൾ അത് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നോർമൽ റുട്ടീൻ അവർക്ക് ഇത് ചെയ്യാം. ഓക്കെ. IVF കഴിഞ്ഞ് ബെഡ് റെസ്റ്റ് പോലത്തെ കാര്യങ്ങൾ ഇല്ല, ബെഡ് റെസ്റ്റ് ആവശ്യമില്ല. ജസ്റ്റ് നോർമൽ ആക്ടിവിറ്റി, വിഗറസ് എക്സസൈസ് വേണ്ട, പക്ഷെ നോർമൽ ആക്ടിവിറ്റി, നോർമൽ റുട്ടീൻ ജോബ് എല്ലാവർക്കും ചെയ്യാം. കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ഇത്ര ഡേയ്സ് അങ്ങനെ ഇല്ല ആവശ്യമേ ഇല്ല. ശരിക്കും IVF കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ് ആവശ്യമില്ല, ലീവും ആവശ്യമില്ല. ഓക്കെ. അപ്പം റെസ്റ്റ് വേണ്ട, ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. മാം യൂഷ്വലി ഇപ്പൊ IVF ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് ആൾക്കാർക്ക് ഒരു യൂഷ്വൽ ഡൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ? അങ്ങനെ IVF-നെ കൊണ്ട് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് IVF-ന് ഇഞ്ചക്ഷൻ കൊടുത്ത് ഒത്തിരി എഗ്ഗ് വന്ന് പേഷ്യൻ്റ് വയറെല്ലാം വീർത്ത് ഛർദ്ദിച്ചിട്ട് എല്ലാം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ മീൻസ് ഒരു 10-12 വർഷമായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം നമുക്ക് അതിനനുസരിച്ചുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാണ് IVF-ൻ്റെ ഒരേ ഒരു സൈഡ് എഫക്റ്റ്. അതിപ്പോൾ പക്ഷേ ഇല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലില്ല. പിന്നെയുള്ളത് ഈ മൾട്ടിപ്പിൾ പ്രഗ്നൻസിയാണ്. അതായത് ഞാൻ പറഞ്ഞ 2 എംബ്രിയോസ് വെക്കും. മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആകുമ്പോൾ ഇപ്പോൾ സിംഗിൾട്ടൺ പ്രഗ്നൻസിക്കാളും എന്തായാലും കുറച്ചൊരു റിസ്ക് അധികമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. വേറെ ഒന്നുള്ളത് ഈ ഒരു മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഹൈപ്പർ സ്റ്റിമുലേഷൻ. തേർഡ് ഈ 50% ഇതിന് സക്സസ് ഉള്ളൂ എന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇതിന് 50% സക്സസ് ഉള്ളൂ എന്നുള്ളതും അതിൻ്റെ ഒരു എന്താ പറയുക എഫക്റ്റോ സൈഡ് എഫക്റ്റോ എന്ന് പറയാം. കാരണം പേഷ്യന്റിന് അത് ബാക്കി 50% നെഗറ്റീവ് ആവുമല്ലേ. അപ്പം അതൊരു വിഷമല്ലേ. അങ്ങനെ ആ ഒരു ഫെയിലിയർ റേറ്റ് എന്തെങ്കിലും മറ്റേ ആൾക്കാർക്ക് ഒരു കൺസേൺ എപ്പോഴും പറയാറുണ്ടോ? പിന്നെ ഫെയിലിയർ റേറ്റ് ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ അവരോട് പറയും. കാരണം അവരറിയണമല്ലോ ഇത് 100% അല്ല, 50% ഉള്ളൂ എന്നുള്ള കാര്യം അവരറിയണം. ഈ ഫെയിലിയർ റേറ്റ് ഡിപ്പെൻസ്, അവരുടെ ഏജ് കൂടുന്തോറും ഫെയിലിയർ റേറ്റ് അധികമാവും. ഇതെല്ലാം അവർ മനസ്സിലാക്കണം. നല്ല പ്രായത്തിൽ വന്ന് നല്ല ഇതിൽ ചെയ്ത് കഴിഞ്ഞാലാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് IVF ഒരു ഡയഗ്നോസ്റ്റിക് ആണ്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റിൽ തന്നെ പോസിറ്റീവ് ആവണമെന്നില്ല, 2ാമത്തേലും 3ാമത്തേലും ആവുള്ളൂ. ഇതെല്ലാം പേഷ്യൻ്റ് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒരു സൈഡ് എഫക്റ്റ് എന്ന് തോന്നുന്നത് ഇതാണ്. നമുക്ക് അവർക്ക് ഒരു പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു 50%. മറ്റൊന്നും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻറ്റ് സൈഡ് എഫക്റ്റ് ഇല്ല, വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഒരു ഇതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ 50% ഉള്ളൂ എന്നുള്ളതാണ്. 50 to 60% ചിലപ്പോൾ വരും, 70% ചിലപ്പോൾ വരും. പക്ഷേ എല്ലാവർക്കും വരണമെന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് തന്നെയായി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് പെട്ടെന്നായി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ആവണമെന്നില്ല. അതാണ് പേഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിരിക്കും ഇതിൻ്റെ സക്സസ് റേറ്റ്. അപ്പോൾ സൈഡ് എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയൊരു സൈഡ് എഫക്റ്റ്. അതർവൈസ് ട്വിൻസ് ആയാലും നമുക്ക് പ്രശ്നമില്ല, അത് ഡീൽ ചെയ്യാം. മറ്റത് വരുന്നേ ഇല്ല. ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ സൈഡ് എഫക്റ്റ് ഇല്ല ഇപ്പോൾ. ഓക്കെ. അതുപോലെ കൺസീവ് ചെയ്യാൻ നമുക്ക് IVF ചെയ്തതിന് ശേഷം ഈ ട്വിൻസ് വരുമ്പോൾ അത് അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും അവരുടെ ബോഡിക്ക് അത് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് ഒരു ഇതുണ്ടാവോ മാം? ഈ ട്വിൻസ് ഞാൻ പറഞ്ഞില്ല, സിംഗിൾട്ടനെക്കാട്ടും എന്തായാലും റിസ്ക് ഭയങ്കര അധികമാണ്. മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് വരാം, എല്ലാവർക്കും വരണമെന്നില്ല. ഡെലിവറി സമയത്ത് വരാം. ഇടയ്ക്ക് ഒരു കുട്ടിക്ക് വളർച്ചക്കുറവ് വരാം, ഹൈ BP വരാം, ബ്ലഡ് ഷുഗർ കൂടാം. അങ്ങനത്തെ എല്ലാം ട്വിൻസിന് എപ്പോഴും ഒരു കുറച്ചൊരു പ്രോബ്ലംസ് കൂടുതലാണ്. എല്ലാവർക്കും വരണമെന്നില്ല. അതുപോലെ എന്തുകൊണ്ടായിരിക്കും മാം ഈ IVF സെന്റേഴ്സ് കേരളത്തിൽ ഇത്രയും ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്തായിരിക്കും എന്നാണ് മാമിൻ്റെ ഒരു തോട്ട്? അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ IVF ആണ് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റ്. വേറെ ഏത് ട്രീറ്റ്മെൻറ്റിനെക്കാട്ടും നമുക്ക് ഏറ്റവും അധികം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ ടെക്നിക്സ് വെച്ച് ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര അധികമാകുമല്ലേ. 50 to 60 to 70% ഒക്കെ വരുന്ന മാസങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേഷ്യൻസ് വിചാരിക്കുന്നത് എല്ലാവരും പോസിറ്റീവ് ആവുണ്ടല്ലോ, പിന്നെ ഞങ്ങൾക്ക് ചെയ്തുകൂടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് കൂടിയില്ലേ.
ഓക്കെ. അതിന് വേറൊരു സാധനം കൂടി ഇല്ലേ മാം? ഇപ്പൊ നമ്മൾ നോർമലി പണ്ടുള്ള പോലെ ഇപ്പൊ പണ്ട് ഇത്ര IVF സെന്റേഴ്സ് വരാത്തത്, പണ്ട് കുറച്ചുകൂടി നോർമലി നമുക്ക് കൺസീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പം ആൾക്കാരുടെ ഈ പുതുതലമുറയുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, അവർ ഇങ്ങനെ IVF സെന്റേഴ്സിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലും ജീവിത രീതിയും കൊണ്ടാണോ? പിന്നെ അവര് മുന്നേ ചെറിയ വയസ്സ് കല്യാണം കഴിക്കൂലേ, 18-19 വയസ്സ് കല്യാണം കഴിക്കുന്നു. ഇപ്പൊ എപ്പോഴും കല്യാണം കഴിക്കണേ? ഇപ്പൊ 30 ഒക്കെ ആയല്ലേ, നോർമൽ ഏജ് എന്ന് പറഞ്ഞാൽ 30 ആയി. അപ്പോഴത്തേക്ക് ഇവരുടെ എഗ്ഗ് കുറഞ്ഞു, ഇവരുടെ ഫെർട്ടിലിറ്റി കുറഞ്ഞു, പിന്നെ സമയമില്ല, ഇവരുടെ കരിയറിൻ്റെ പ്രശ്നങ്ങൾ, കരിയറിൽ സെറ്റിൽ ആവാനുള്ള പ്രശ്നങ്ങൾ, അപ്പോഴത്തേക്ക് ഏജ് കുറഞ്ഞു, ഇവർക്ക് ടൈമില്ല, ഒന്നിച്ച് സമയമില്ല. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡ് എല്ലാവർക്കും നല്ല എന്താ പറയുക ബോഡി വെയിറ്റ് എല്ലാം ഉണ്ടാവും. അങ്ങനെ പിന്നെ ഹാബിറ്റ്സ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ജനറൽ സീൻ കുറച്ച് എതിരാണ് കൺസെപ്ഷന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ IVF സെന്റേഴ്സിലേക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു നോർമൽ കൺസീവിങ്ങിന്റെ ഒരു ചാൻസസ് റേറ്റ്സ് കുറയുന്നു എന്നുള്ളത് അല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്തെങ്കിലും മാമിന് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇത് കേട്ടോണ്ടിരിക്കുന്നവരോട് പറയാനുണ്ടോ? ലൈക്ക് IVF റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മാമിന്? ഒരു കുട്ടി ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ട്രൈ ചെയ്തു, ആയിട്ടില്ല, സാധാരണ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു, എന്നിട്ട് ആയിട്ടില്ല, നമുക്ക് ആവുന്നില്ല എന്ന് ശരിക്കും ഒരു കപ്പിളിന് തന്നെ തോന്നുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ എത്രയും ഏർലി IVFന് വരുന്നത് നല്ലത്. ഓക്കെ. അവിടെ ഒരു ഒറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ഇപ്പൊ നമ്മൾ നോർമലി ഇത് ചെയ്യുന്നു, ട്രൈ ചെയ്യുന്നു, നടക്കുന്നില്ല, അതിന് മാം ഇപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ്സ് പറഞ്ഞല്ലോ. അപ്പൊ IVFന് മുന്നേ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, ചെയ്ത് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? യൂഷ്വലി ഇപ്പോൾ ഒരു 2 years അല്ലെങ്കിൽ ഒരു 1 year ഒന്നിച്ച് താമസിച്ചു, പ്രഗ്നന്റ് ആയിട്ടില്ല, അങ്ങനെ വരുമ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക. കുട്ടി വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ഡോക്ടർ യൂഷ്വലി അവരുടെ ഹസ്ബൻഡ് സെമൻ ടെസ്റ്റ് ആക്കും, പിന്നെ വൈഫിൻ്റെ സ്കാൻ ചെയ്തിട്ട് അവരുടെ യൂട്രസ് ഓവറീസ് നോർമൽ ഉണ്ടോ നോക്കും, അവരുടെ ഹോർമോൺ ടെസ്റ്റൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇവർ നോർമലി ഓവുലേറ്റിംഗ് ആണ്, നോർമലി അണ്ടോൽപാദനം ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കറക്റ്റ് ടൈം പറഞ്ഞു കൊടുക്കുക എപ്പോൾ ഇൻ്റർകോഴ്സ് ചെയ്യേണ്ടത്. അതിന് ടൈംഡ് ഇൻ്റർകോഴ്സ് എന്ന് പറയും. അപ്പോൾ അത് വെച്ച് അവർക്ക് 1-2 മാസം ചെയ്യാം. പിന്നെ ഇവരുടെ ഫാലോപ്പിൻ ട്യൂബ്സ് ക്ലിയർ ഉണ്ടോ അല്ലെങ്കിൽ പേറ്റൻ്റ് ആണോ എന്ന് നോക്കുന്ന ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് കറക്റ്റ് ടൈം പറഞ്ഞു കൊടുക്കുക എപ്പോഴും ഇൻ്റർകോഴ്സ് ചെയ്യേണ്ടതെന്ന്. അതിൽ കുറേ ആൾ പ്രഗ്നൻ്റ് ആവും. ഇത് ആയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ IUI എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. IUI എന്ന് പറഞ്ഞാൽ ഈ ഓവുലേഷൻ്റെ ടൈമിൽ ഹസ്ബൻഡ് സ്പേം എടുത്തിട്ട് അതിനകത്ത് മോട്ടൈൽ സ്പേംസ്, ചലനശേഷി കൂടുതലുള്ള ബീജം എടുത്തിട്ട് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു ചികിത്സയാണ് IUI എന്ന് പറഞ്ഞാൽ. അതിന് സക്സസ് റേറ്റ് അത്ര തന്നെ, ഒരു 10-20% ഒക്കെ ഉള്ളൂ സക്സസ്. പക്ഷേ അതിൽ പ്രഗ്നൻ്റ് ആവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് മാക്സിമം നമുക്കൊരു 3 or 4 times ചെയ്യാം. ഇതും ആയിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇത്ര മനസ്സിലായില്ലേ നമ്മൾ ആയിട്ടില്ല, ചെയ്തിട്ടും ആയിട്ടില്ല. പിന്നെ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്ന കാര്യം ഒന്ന് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കുക, വേറെ എന്തെങ്കിലും കാരണമുണ്ടോ ഇവർ പ്രഗ്നൻ്റ് ആവാതെ. അപ്പോൾ അതും ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 6 months നോക്കാം. ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടില്ല, വേറെ ഒരു കോസും ഇല്ലെങ്കിൽ IVFന് പോകുന്നതാണ് നല്ലത്. അതല്ല, നിങ്ങൾക്ക് ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് മീൻസ് ചെക്കപ്പിൽ തന്നെ മനസ്സിലാണ് ഇവരുടെ സ്പേം കൗണ്ട് വളരെ കുറവുണ്ട്, എഗ്ഗ് വളരെ കുറവുണ്ട്, അല്ലെങ്കിൽ ട്യൂബ് ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ കാണുവാണെങ്കിൽ അധികം വെച്ച് താമസിപ്പിക്കാതെ IVFന് പോകുന്നതായിരിക്കും നല്ലത്. ഐഡിയലി നല്ല പ്രായത്തിൽ തന്നെ ചെയ്യാം. അതുപോലെ എൻഡോമെട്രിയോസ് ഉള്ള അസുഖത്തിന് ഏർലി നിങ്ങൾ IVF ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞു IVF ചെയ്ത എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞ അസുഖം ഓൾമോസ്റ്റ് ഭേദമായി നിങ്ങൾക്ക് അടുത്ത കുട്ടികൾ സ്വന്തമായിട്ട് ഉണ്ടാവാൻ പറ്റും. ഇതെല്ലാം ഓക്കെ. അതുപോലെ ഐഡിയൽ ഏജ് എത്രയാണ് മാം ഇതിന്? ഏറ്റവും ബെസ്റ്റ് ഏജ് ടു ഡു IVF? അതെ, 25 to 30 നിങ്ങൾ പ്രഗ്നൻ്റ് ആവുമെന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ 30 to 35 വരിക, നല്ല ഏജ്. കാരണം 35 years കഴിഞ്ഞാൽ IVF കുറച്ച് ഡിഫിക്കൽട്ട് ആവും. ഓക്കെ. IVF ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് മാമിന് എന്താണ് മാമിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇതാണ്, അവർക്ക് സാധാരണ രീതിയിൽ ആവുന്നില്ല, സാധാരണ ട്രീറ്റ്മെൻറ്റിൽ ആവുന്നില്ലെങ്കിൽ IVF പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ടൈം നമുക്ക് കുറേ ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് ഡോക്ടറിൻ്റെ അവിടെ ക്യാബിനിൽ വന്നിട്ടിരിക്കുക, ഓരോരോ ഡോക്ടേഴ്സിനെ കാണുക. അപ്പോൾ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യണതിനെക്കാട്ടും നല്ലത് ശരിക്കും ഒരു വേഗം പോയി ഒരു IVF ചെയ്താലും നമുക്ക് എത്രയും വേഗം കുട്ടീനെ കിട്ടും. അത് നമ്മുടെ സ്വന്തം അതെ. അപ്പോൾ അതിന് വേണമെങ്കിൽ നല്ല പ്രായത്തിൽ വേഗത്തിൽ വരണം. ഓക്കെ. അപ്പം എന്തായാലും ഒരു അമ്മയാവുക എന്നുള്ളത് സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മദർഹുഡ് എന്ന് പറയുന്നത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം IVF പോലത്തെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഇന്നുള്ളത് കൊണ്ട് അത് അവരുടെ ആ ഒരു സ്വപ്നത്തിനൊരു ഒരു ബാരിയർ ആവുന്നില്ല എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവും. IVFന് ഒരിക്കലും ഭയക്കേണ്ട ഒരു സാധനമല്ല, പെയിൻലെസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നിങ്ങൾക്ക് ഒരുപാട് ഭയങ്കര സമയമോ ഒന്നും വേണ്ട ഒരു സാധനമാണ്. പ്ലസ് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബേബിനെ, നിങ്ങളുടെ സ്വന്തം കുട്ടീനെ കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളത്, നിങ്ങളുടെ മദർഹുഡ് ഫുൾഫിൽ ചെയ്യാൻ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ? അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം മാം IVFനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്. ക്യൂറിയർ കൺസേൺസിൽ വന്ന് നമ്മുടെ അടുത്ത് ഇത്രയും കാര്യം ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു.